ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാൻ എല്ലാ വീഡിയോ തുടങ്ങുമ്പോഴും പറയാറുണ്ട് ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് എന്നുള്ളത്. പക്ഷെ ഇന്ന് എനിക്കത് ഒട്ടും പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം UAE വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്കും വിശ്വാസികൾക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒന്നാണ് ടെമ്പിള്. ഞാൻ അത്ര വലിയ വിശ്വാസി ഒന്നും അല്ലെങ്കിൽ പോലും എനിക്കൊരു ടെമ്പിളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലെസ്ഡ് ഫീലിങ്സ് കിട്ടാറുണ്ട്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കര ഒരു റിലാക്സ് ആയിട്ടുള്ളൊരു ഫീലിങ്സാണ്. നമുക്ക് എന്തൊരു ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്ന് റിലാക്സ് ആവുന്ന ഒരു സ്ഥലമാണ് ടെമ്പിൾ എന്നുള്ളത്. അപ്പം ഞങ്ങൾ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോകണം എന്നുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാബ്സ് ടെമ്പിളാണ്. 2019 നമ്മുടെ ബാബ്സ് ടെമ്പിളിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളത്. ഒരു 27 ഏക്കറോളം സ്ഥലത്താണ് കേട്ടോ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ UAE 7 എമിറേറ്റ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ 7 ഗോപുരങ്ങളാണ് കേട്ടോ ഇതിനുള്ളത്. അതാണ് ബാബ്സ് ടെമ്പിളിൻ്റെ ഏറ്റവും എല്ലാവർക്കും അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഗോപുരങ്ങളാണ്. ഒരുപാട് പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട്. കൃഷ്ണനും രാധയും സീതയും രാമനും അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകൾ ഉണ്ട്. എനിക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് സിക്കായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. എനിക്കൊരിക്കലും വന്നിട്ട് വരണ്ട എന്ന് തോന്നിപ്പോയതും വന്നില്ലെങ്കിൽ മിസ്സായിരുന്നു എന്ന് തോന്നിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. കാരണം എനിക്ക് അത്രയും വയ്യായിരുന്നു. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് തോന്നിപ്പോയി. കാരണം എനിക്ക് നിൽക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ ചിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ ഒട്ടും കംഫേർട്ടല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ബസ്സിലാണ് വന്നത്. ഒരു 1.5-2 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. ആ യാത്ര കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവും കേട്ടോ നമ്മൾ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചെക്കിങ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു കേട്ടോ ടെമ്പിളിലോട്ട് കടന്നിട്ടുള്ളത്. ഓരോ നിശ്ചിത സമയം ഓരോരുത്തർക്കും ഉണ്ട്. ആ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിലോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ കടന്നപ്പോൾ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വെള്ളം ഫുഡും ഒന്നും കൈ പിടിക്കാൻ പാടുള്ളതല്ല നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും ടയേർഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നല്ല വന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തിൻ്റെ അമ്പലത്തിലോട്ട് പോയപ്പോൾ ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അറബിണ്ടായിരുന്നു. സംബന്ധമായിട്ടുള്ള പ്രതിഷ്ഠകളും കാര്യങ്ങളും എന്താ പറയുക സംസ്കാരങ്ങളുടെ പ്രതീകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങളെ പറ്റിയിട്ടാണുള്ളത്. എനിക്ക് പറയാനോ ഒന്നും അറിയില്ല. ഈ അമ്പലത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 1000 വർഷത്തോളം കേടുപാടില്ലാതെ ഇതിങ്ങനെ തന്നെ നിൽക്കും എന്നതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമെങ്കിൽ മൺഡേ ഇത് ക്ലോസ് ആണ് കേട്ടോ. നമ്മുടെ ചൊവ്വ തൊട്ടിട്ട് ഞായർ വരെയാണ് കേട്ടോ ഉള്ള ദിവസങ്ങളിലാണ് ഇതുള്ളത്. 9 to 8 കേട്ടോ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. നല്ലൊരു കാണാത്തവരെന്തായാലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. ഭയങ്കര സ്പെഷ്യാലിറ്റി നിറഞ്ഞിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ അധികം വൈകാണ്ട് തന്നെ വേഗം തന്നെ വീട്ടിലോട്ട് പോയിട്ടോ. ഒരു 9 o'clock ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇന്നത്തെ ദിവസം ഫുൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്